ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അസൂറിയ വ്ളോഗ്സ്. ഇന്നൊരു കുക്കിംഗ് വ്ളോഗ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചിക്കൻ മന്തി എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും അസൂറിയ വ്ളോഗ്സിലേക്ക് സ്വാഗതം. 2.5 കിലോ ചിക്കൻ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചിക്കൻ മന്തി തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ചിക്കൻ നല്ലൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ അതിലേക്ക് ഒന്നും കൂടെ ക്ലീൻ ആകാൻ വേണ്ടിയിട്ട് ഒരു ചെറുനാരങ്ങയുടെ നീരൊഴിക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് വിനാഗിരി, ഇല്ലെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, കല്ലുപ്പ് ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് കഴുകാം. ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ഒന്ന് കഴുകുമ്പോൾ ഒന്നും കൂടെ നമുക്ക് അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടും. കഴുകിയതിന് ശേഷം ഇങ്ങനെ ചെറിയൊരു കൊട്ടയിലിട്ടിട്ട് വെള്ളം ഒന്ന് വടിയാൻ വേണ്ടി വെക്കുന്നുണ്ട്. ചിക്കന് ചെറുതായിട്ട് നമ്മൾ മീനിലൊക്കെ വരഞ്ഞു കൊടുക്കുമല്ലോ, അതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്, മസാലയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും ഐറ്റംസാണ് നമ്മൾ ചിക്കൻ മന്തി ഉണ്ടാക്കുന്ന ചിക്കൻക്ക് പേസ്റ്റ് ആക്കിയിട്ട് ആഡ് ചെയ്യാൻ പോണത്. ഫസ്റ്റ് നമ്മൾ ചിക്കൻ മസാല, മന്തി മസാല, പിന്നെ 2 മാഗി ക്യൂബ് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് 2.5 കിലോ ചിക്കൻ ഉണ്ട്. കുറച്ച് ചിക്കൻ ആണെങ്കിൽ പിന്നെ 1 മാഗി ക്യൂബ് മതിയാവും. ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കുരുമുളക് പൊടി. ഇത് കുരുമുളക് ആയാലും കുഴപ്പമില്ലാതെ നമ്മൾ അരച്ചെടുക്കുമല്ലോ. പിന്നെ പച്ചമല്ലി ഓപ്ഷൻസാണ്. നമ്മൾ മല്ലിപ്പൊടി ഇടണം തന്നെ അല്ല, അതിൻ്റെ ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് പച്ചമല്ലി ഇടുകയാണ്. മല്ലിപ്പൊടി വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ഇടണ്ട. പിന്നെ വലിയ ജീരകം, ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇതൊക്കെ കൂടിയിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കാം. ഫസ്റ്റ് ഞാൻ ഒരു 3/4 ടീസ്പൂണോളം കുരുമുളക് പൊടി എടുക്കുന്നുണ്ട്. എരി എത്ര വേണ്ടിച്ച് അതിനനുസരിച്ച് എടുക്കാം. ഞാൻ എൻ്റെ ഒരു കണക്കിന് അങ്ങനെ എടുക്കുകയാണ്. കൊത്തമല്ലി ഇത് മതിയാവും. പിന്നെ പെരുംജീരകം, ഉപ്പ് ആവശ്യത്തിന് ഇടുക, വേണമെങ്കിൽ വീണ്ടും ആഡ് ചെയ്യാലോ. പിന്നെ മുളക് പൊടി ഒരു 3 ടീസ്പൂണൊക്കെ എടുത്തിട്ടുണ്ട്. ഇവിടെ എരി ആവശ്യമുള്ളത് കാരണം. മഞ്ഞൾപ്പൊടി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി. ഇതൊക്കെ അടിച്ചെടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ആഡ് ചെയ്താലും മതി. മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ അങ്ങനെയൊക്കെ കൂടെ ഒന്ന് ജാറിലൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ രൂപത്തിലായിട്ടുണ്ട് നമ്മൾ പൊടിച്ചെടുത്തത്. ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർക്കുക. ചിക്കൻ മസാല നമ്മൾ നേരത്തെ ഇട്ടിരുന്നു, അതുകൊണ്ട് അവിടെ ഇടേണ്ട കാര്യമില്ല. മാഗി ക്യൂബ്, ഇങ്ങനത്തെ 2 മതിയാവും. ഒരു കൂടിൽ തന്നെ 2 വരുന്നുണ്ട്. അപ്പം അങ്ങനെ 2 എടുത്തു. മന്തി മസാല ഇതിൻ്റെ ഒരു പാക്കറ്റാണ്, നമുക്ക് 2-3 തവണയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് മന്തി മസാല. ഇത് കൂടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച മല്ലിച്ചപ്പ്, പുതിന, പിന്നെ കറിവേപ്പില ഇത്തിരി ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇനി അത് കൂടെ നമുക്ക് ഓയിലും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ മസാലയൊക്കെ കറക്റ്റാണ്, ഉപ്പ് മുളക് പൊടിയൊക്കെ കറക്റ്റാണ്.
സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്യുന്നത്. അപ്പം ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോണത് തൈര്. നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് അടച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഒരു 2 മണിക്കൂറെങ്കിലും ഇതിൽ മസാല പുരട്ടിയിട്ട് എടുത്ത് വെക്കണം. അപ്പോഴുള്ളൂ ഈ ചിക്കനിൽ അത് പിടിക്കുക. പിന്നെ ഇത് ഒരു 2 മണിക്കൂറോളം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാൻ പോകണം. അപ്പോൾ അവിടെ ചിക്കൻ ഒന്ന് സെറ്റാകട്ടെ. ആ ടൈം കൊണ്ട് ഇതൊക്കെയുള്ള മയണീസ് ഉണ്ടാക്കാം. മയണീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എഗ്ഗ്, ഉപ്പ്, വെളുത്തുള്ളി, വിനാഗിരി, സൺഫ്ലവർ ഓയിൽ ഇത്തിരി എടുത്തിട്ടുണ്ട്. അപ്പോൾ 3 എഗ്ഗ് വെച്ചിട്ടാണ് മയണീസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ തിക്നെസ് കൂടാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് ഓയിലാണ്. ഓയിൽ എത്ര ആഡ് ചെയ്യണോ അത്രയും തിക്കിൽ നമുക്ക് മയണീസ് കിട്ടും. അപ്പോൾ അതിന് ഒരു എഗ്ഗിന് ഒരു വെളുത്തുള്ളിയൊക്കെ മതിയാവും. അപ്പോൾ ഞാനൊരു 4-5 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വലിയ ജാറിലേക്ക് 3 എഗ്ഗ് ആഡ് ചെയ്തു. പിന്നെ വെളുത്തുള്ളി, പിന്നെ വിനാഗിരി 1 സ്പൂണ്, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ സൺഫ്ലവർ ഓയിൽ നമ്മൾ ഒരു 2-3 പ്രാവശ്യമായിട്ട് ഒഴിച്ചിട്ട് മിക്സിയിൽ നല്ലോണം അടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ മയണീസ് റെഡി. ഫസ്റ്റ് ടൈമൊക്കെ മയണീസ് ഉണ്ടാക്കുമ്പോൾ അത് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് 6-7 മുട്ടയൊക്കെ ആഡ് ചെയ്തിരുന്നു. അതിൻ്റെ മഞ്ഞൊക്കെ ഒഴിവാക്കിയിട്ട് പിന്നെ കുറേ നേരം നമ്മളിട്ട് തിരിച്ചിരുന്നു മിക്സി. പക്ഷേ പിന്നീടാണ് മനസ്സിലായത് ഓയിൽ എത്ര ആഡ് ചെയ്യണോ അതിനനുസരിച്ചിട്ടാണ് തിക്നെസ് കിട്ടുക എന്നുള്ളത്. അപ്പോൾ ഒരു 4 ലിറ്ററോളം ഓയിലൊക്കെ ആഡ് ചെയ്യണം നമുക്ക് ഇത്രയെങ്കിലും മയണീസ് കിട്ടണമെങ്കിൽ. പിന്നെ കുറേ നേരം മിക്സി തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 2 വട്ടം അടിക്കുമ്പോൾ തന്നെ ഇതെത്ര തിക്നെസ്സിൽ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. അങ്ങനെ മയണീസൊക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മന്തി ഉണ്ടാക്കണത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്നുണ്ട്. 2 മണിക്കൂറോളം ഏകദേശം ഇപ്പോൾ ആയിട്ടുണ്ട് നമ്മുടെ ചിക്കന് മസാല പുരട്ടി വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ ചിക്കന് നല്ല സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട് മസാലയുടെ. ഇനി ഇത് ഒരു പാൻ വെച്ചിട്ട് ഒരു 3/4 വേവാകുവോളം നമുക്കൊന്ന് പൊരിച്ചെടുക്കാം ഓയിൽ ഒഴിച്ചിട്ട്. അത്യാവശ്യം ഓയിൽ ഇപ്പോൾ നമ്മൾ ചിക്കനിൽ ഒഴിച്ചിട്ട് പുരട്ടിയത് കാരണം അത് തന്നെ ഉണ്ട്. ഇനി കുറച്ചും കൂടെ ആഡ് ചെയ്തിട്ട് ഇതൊന്ന് ഒരു 3/4 വേവാകുവോളം ഒന്ന് പൊരിച്ചെടുക്കാം. ചിക്കൻ 2 പ്രാവശ്യമായിട്ട് പൊരിച്ചെടുക്കാം. ആ ടൈം കൊണ്ട് നമുക്കിവിടെ ഇൻഡക്ഷൻ കുക്കറിൽ അരി വേവിച്ചെടുക്കാം. ബസുമതി റൈസിലാണ് നമ്മൾ ചിക്കൻ മന്തി ഉണ്ടാക്കുന്നത്. 1.5 കിലോ എടുത്തിട്ടുണ്ട് ഞാനിവിടെ. അപ്പോൾ നമ്മൾ വെള്ളം തിളക്കുന്ന സമയം വരെ ഈ അരി ഒന്ന് നല്ല കഴുകിയിട്ടൊന്ന് കുതിരാൻ വെക്കാം. നമ്മൾ ചിക്കൻ മന്തി ഉണ്ടാക്കണതിന് അരിയിലേക്ക് നമ്മൾ മസാല ഒന്നും അധികം ആഡ് ചെയ്യണില്ല. അപ്പോൾ ചെറിയൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് കുറച്ച് ബിരിയാണി ഇല, ഒരു 2 ഉണക്കനാരങ്ങ, പിന്നെ കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക, അതൊക്കെ സ്മെല്ല് എത്രയാണ് ഇഷ്ടം അതിനനുസരിച്ച് നമുക്ക് ഈ അരി വേവിക്കാനിടുന്ന വെള്ളത്തിലിട്ടിട്ട് നമുക്ക് അതിൻ്റെ കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. 1.5 കിലോ അരിയിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തിരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് വെള്ളം തിളക്കുമ്പോൾ അതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വെച്ച ചിക്കന് വേവായിട്ടുണ്ട്. ഇനി ഇതെടുത്തതിന് ശേഷം അടുത്ത ട്രിപ്പ് ഒന്നും കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് പൊരിച്ചെടുക്കാം.
ചിക്കൻ കഴിക്കാത്തവർക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കിഴങ്ങ് ആഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ഒരു 4 പീസ് കിഴങ്ങും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ വറുത്തെടുക്കുമ്പോൾ ഈ മസാലയൊക്കെ ഈ കിഴങ്ങുക്കും വന്നോളും. റൈസ് വേവിക്കാൻ വെച്ച വെള്ളം തിളച്ച് വരാനായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഈ ഉണക്കനാരങ്ങയും പിന്നെ ഈ ബിരിയാണി ഇല, അതുപോലെ അതൊക്കെ നമ്മൾ ആഡ് ചെയ്യാൻ വെച്ച പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇതൊക്കെ കൊണ്ട് ആഡ് ചെയ്യുക. ഇനി ഇത് വെള്ളം തിളച്ച് വരുമ്പോൾ അരി ആഡ് ചെയ്യുക. വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ആകാതെ അരി ആഡ് ചെയ്യുന്നുണ്ട്. അരി അവിടെ നല്ല വേവണം. ആ ടൈം കൊണ്ട് നമ്മൾ പൊരിച്ച് വെച്ച ചിക്കന് വെക്കാൻ പോണ പാത്രത്തേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ 2 ലെയറായിട്ടാണ് റൈസ് ഇടുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ അടിയിൽ ഇതിൻ്റെ ഓയിലും ചിക്കനൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് റൈസ് ഇട്ടിട്ടാണ് രണ്ടാമത് നമ്മൾ വറുത്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അരിയിൽ ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കിയിട്ട് വേവൊക്കെ നോക്കിയിട്ട് ഇത് വടിക്കുകയാണ്. സ്മെല്ലിന് വേണ്ടിയിട്ടിട്ട ഈ ബിരിയാണി ഇല, പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇതൊക്കെ മുകളിൽ തന്നെ വന്ന് നിൽക്കും. അപ്പോൾ അതൊന്നും ഇനി ചോറിന്ന് ഇങ്ങനെ എടുത്ത് കളയണതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് വടിക്കുമ്പോൾ തന്നെ അങ്ങനെ ഒഴിവാക്കി കളയുകയാണെങ്കിൽ പിന്നെ ചോറിന്ന് ഇങ്ങനെ പെറുക്കി എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഫസ്റ്റ് ലെയർ ചോറ് നമ്മൾ ആദ്യം ചിക്കൻ ഇട്ടതിൻ്റെ മുകളിൽ ആഡ് ചെയ്യുന്നുണ്ട്. വെള്ളമൊക്കെ നല്ലോണം വടിഞ്ഞതിന് ശേഷം വേണം ഇടാൻ. പിന്നെ അതിൻ്റെ മുകളിൽ രണ്ടാമത് പകുതി വറുത്ത് വെച്ച ചിക്കനും ആഡ് ചെയ്യുക. അതിൻ്റെ മുകളിൽ വീണ്ടും ചോറ് ആഡ് ചെയ്യുക. ചോറിൽ കളർ വേണ്ടവരുവാണെങ്കിൽ മഞ്ഞൾപ്പൊടി 1 സ്പൂൺ വെള്ളത്തിലൊക്കെ കളറാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഒഴിക്കുക. ഞാൻ കളറൊന്നും ആഡ് ചെയ്യണില്ല. അങ്ങനെ രണ്ടാമത്തെ ലെയർ ചോറും അതിൻ്റെ മുകളിൽ സെറ്റാക്കിയതിന് ശേഷം ഒരു 5-6 പച്ചമുളക് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുത്തനെ ഒന്ന് കുത്തി ഉള്ളിലേക്ക് കുത്തി വെക്കാം. ഇപ്പോൾ പച്ചമുളകിൻ്റെ സ്മെല്ലൊക്കെ അതിലൊക്കെ ഒന്ന് ആഡാവും. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഇട്ടതിന് ശേഷം നമുക്കൊരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇത് കഴിക്കാം. ഒരു അരമണിക്കൂർ നമ്മളിത് ദമ്മിലിട്ടതിന് ശേഷം നമുക്ക് ഇത് കഴിക്കാവുന്നതാണ്. അപ്പോൾ അരമണിക്കൂറിന് ശേഷം ഞാനിത് ദമ്മ് പൊട്ടിക്കാൻ പോവുകയാണ്. ഞങ്ങളിങ്ങനെയാണ് ചിക്കൻ മന്തി ഉണ്ടാക്കാറ്. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ചിക്കൻ ഗ്രില്ല് ചെയ്തിട്ട് ചിക്കൻ പുഴുങ്ങിയിട്ടൊക്കെയാണ് ചിക്കൻ മന്തി ഉണ്ടാക്കാറ്. ഇത് ചിക്കൻ പൊരിച്ചിട്ടുള്ള ചിക്കൻ മന്തിയാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള മയനീസ്, തൈര്, ടൊമാറ്റോ സോസ് ഒക്കെ ഇട്ടിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഈ മന്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗിൽ കാണുന്നവരേക്കും ബൈ.